ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ധ്യാനിക്കുന്നത് മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. അക്കാലത്ത് യേശുനാഥൻ ജനക്കൂട്ടത്തിന് ചുറ്റും ഇരിക്കുമ്പോൾ അവൻ്റെ അമ്മയും സഹോദരങ്ങളും ഈശോയെ കാണാനായി വരികയാണ്. അപ്പം ഇതറിഞ്ഞിട്ട് യേശുനാഥൻ ജനക്കൂട്ടത്തെ നോക്കി പറയുകയാണ്, എൻ്റെ അമ്മയും സഹോദരങ്ങളും നിങ്ങളാണ്. ദൈവഹിതം അനുസരിക്കുന്നവരാരാണോ അവരാണ് എൻ്റെ മാതാപിതാക്കന്മാർ, എൻ്റെ സഹോദരങ്ങൾ എന്ന്. അക്ഷരാർത്ഥത്തിൽ ഈ വചനഭാഗത്തെ ദുർവ്യാഖ്യാനിക്കുന്നവർ ഒത്തിരി അധികം പേരുണ്ട്. കാരണം ഇത് യേശുനാഥൻ മാതാവിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നവർ. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, ഈ അമ്മയും സഹോദരങ്ങളും വന്നത് യേശുനാഥനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ്. കാരണം നമ്മളിതിന് തൊട്ട് മുൻപ് സുവിശേഷത്തിൽ കാണുന്നുണ്ട്, യേശുനാഥന് സുബോധം നഷ്ടപ്പെട്ടു എന്ന് കരുതി അവൻ്റെ ബന്ധുക്കൾ അവനെ പിടിച്ചു കൊണ്ടുപോകാൻ വരുന്നുണ്ട്, സഹോദരങ്ങൾ. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് മറിയത്തോടൊപ്പം അവൻ വന്നിരിക്കുകയാണ്. ഇവിടെ പിടിച്ചുകൊണ്ട് പോകാനുള്ള ഏർപ്പാടൊന്നുമല്ല, അവിടെ ആളെ വിടുകയാണ് ഈശോയെ അന്വേഷിച്ചുകൊണ്ട്. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, അമ്മ മാതാവ് ഉള്ളത് കൊണ്ട് ഈശോയെ കൂടുതൽ മനസ്സിലാക്കിയിരുന്ന അമ്മ അവിടെ എത്തിയത് അവനോട് കൂടുതൽ സ്നേഹപ്രകടനം കാണിക്കുന്നതിൻ്റെ ഭാഗം അവിടെയാണ്. എന്താണ് എന്ന് അന്വേഷിക്കാൻ വന്നതായിരിക്കണം മാതാവ്. അപ്പം അങ്ങനെ ഇത് ഒരു കരുതലിൻ്റെ സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ പുറത്ത് അന്വേഷിക്കുമ്പോഴാണ് ഈശോ പറയുന്നത്, എൻ്റെ കുടുംബം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും കൂടെയാണ്. അപ്പം ആ കരുതലിൽ നിന്ന് യേശുനാഥൻ കുറച്ചും കൂടി വിശാലമായ മാനവികതയിലേക്ക് തൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കുകയാണ്. മാത്രമല്ല, അവൻ ഇസ്രായേൽക്കാരുടെ ഒരു നല്ലതല്ലാത്തൊരു ചിന്തയെ മാറ്റിമറിക്കുകയാണ്. കാരണം ഇസ്രായേൽക്കാർ വിചാരിച്ചിരുന്നത് അവരാണ് ദൈവത്തിൻ്റെ മക്കൾ, ഞങ്ങളാണ് അബ്രഹാത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ മക്കൾ, ഈ രക്തബന്ധത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നവരാണ്. അപ്പോൾ അതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് യേശുനാഥൻ പറയുകയാണ്, ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ്. അപ്പം ദൈവത്തിൻ്റെ മക്കൾ കുടുംബ പാരമ്പര്യം വരുന്നവരല്ല, ദൈവ ഇഷ്ടം നിറവേറ്റുന്നവരെല്ലാം ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സഹോദരങ്ങളായി മാറും, ദൈവത്തിൻ്റെ മക്കളായി മാറും. ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ആദിജാതൻ. നമ്മൾ അവനിൽ ദത്തുപുത്രരാകുന്നത് കൊണ്ട് അവൻ വഴി നമ്മളെല്ലാം സഹോദരങ്ങളായി മാറുകയാണ്, ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ്. അപ്പോൾ യേശുനാഥൻ ആ കുടുംബത്തിൽ നിന്ന് വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നുകൊണ്ട് എല്ലാവരെയും സ്വീകരിക്കുന്ന ആ മാനവികത നമുക്ക് കാണിച്ചു തരികയാണ്. ഇത് നമുക്ക് നൽകുന്ന വലിയൊരു പാഠവും ഇത് തന്നെയാണ്. നമ്മൾ ഒരു കുടുംബത്തിൻ്റെ മാത്രം അംഗമായി കഴിയുന്നവരാകാതെ ഈ ലോകം മുഴുവനും നമ്മുടെ സഹോദരങ്ങളാണെന്നും ദൈവത്തിൻ്റെ മക്കളാണ് നാമെന്നും അവരെയും കൂടെ പരിഗണിക്കേണ്ടവരാണ് നാമെന്നുള്ള ഒരു ബോധ്യം യേശു നൽകുന്നുണ്ട്. ഒപ്പം യേശുനാഥൻ നമുക്ക് നൽകുന്ന ഒരു ബോധ്യം, ദൈവഹിതം നിറവേറ്റുന്നത് വഴി നാം അവൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായി തീരും എന്നാണ്. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ യേശുവിനെ പോലെ വചനം സ്നേഹിച്ചുകൊണ്ടും വചനം ജീവിച്ചുകൊണ്ടും അവൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ മക്കളുമായി തീരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.